അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള A4 അറബിക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് 15-12-2025 തിങ്കളാഴ്ച നടന്ന 5ാം ക്ലാസ് പാദവാർഷിക പരീക്ഷയുടെ അഥവാ സെക്കൻഡ് ഡേ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ടീച്ചർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിലെ 6 പ്രവർത്തനങ്ങൾക്കാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. അതുപോലെ തന്നെ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ള A-B ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ള 2 പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി എന്നുള്ള നിർദ്ദേശം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. നോക്കൂ, ഒന്നാമത്തെ ചോദ്യം, നഖ്റഉൽ ബയാന വനുജീബു അനിൽ അസ്ഇലത്തി താലിയ. അവിടെ കൊടുത്ത ആ ഒരു ബയാന്, ആ ഒരു വിവരണം വായിക്കുവാനാണ്. വനുജീബു എന്നിട്ട് നമുക്ക് ഉത്തരം എഴുതാം. അനിൽ അസ്ഇലത്തി താലിയ, താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ്. ലഹബ് സമീറുൻ വനജീബുൻ മഅൽ ഉസ്റ ഇല ഷാത്തിഇൽ ബഹർ. സമീറും അതുപോലെ തന്നെ നജീബുൻ, അവർ രണ്ടുപേരും ലഹബ, അവർ പോയി, മഅൽ ഉസ്റത്തി, അവരുടെ കുടുംബത്തോടൊപ്പം, ഇല ഷാത്തിഇൽ ബഹർ, കടൽ തീരത്തേക്ക് പോയി എന്നാണ്. ജലസത്തിൽ ഉസ്റത്തു തഹ്ത ഷജറ. ജലസത്തിൽ ഉസ്റ, ആ ഒരു കുടുംബം അവർ ഇരുന്നു. തഹ്ത ഷജറത്തി, മരത്തിൻ്റെ താഴെയായിട്ട് അവർ ഇരുന്നു. എൽ അബ് നജീബുൻ, നജീബ് കളിക്കുന്നു. ബിൻ റിമാലി, മണൽ കൊണ്ട് കളിക്കുന്നു എന്നാണ്. റിമാൽ എന്ന് പറഞ്ഞാൽ മണൽ എന്നാണ്. യസ്നഉ സമീറുൻ, സമീർ നിർമ്മിക്കുന്നു അല്ലെങ്കിൽ സമീർ ഉണ്ടാക്കുന്നു. സൗറക്കൽ വറഖി, പേപ്പർ ബോട്ട് ഉണ്ടാക്കുന്നു എന്നാണ്. സൗറക്ക് എന്ന് പറഞ്ഞാൽ ബോട്ട് എന്നാണ്. പേപ്പർ ഉപയോഗിച്ചുകൊണ്ടുള്ള ബോട്ട് ഉണ്ടാക്കുകയും ചെയ്യുന്നു. യുൽഖി സമീറുൻ, സമീർ ഇട്ടുകൊടുക്കുന്നു. അസൗറക്ക, അവരുണ്ടാക്കിയതായ ബോട്ടുകളെ, ഇലൽ മായി, വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഷാഹദ് നജീബുൻ, നജീബ് കണ്ടു. ഖാരിബൻ ഫിൽ ബഹർ, ആ കടലിലെ ഒരു തോണി കണ്ടു എന്നാണ്. അൽ ഖാരിബു, ആ ഒരു തോണി, യഖ്തരിബു മിന ഷാത്തിഇ, അത് തീരത്തിനോടിങ്ങനെ അടുത്തു വരുന്നുണ്ട്. ഫിൽ ഖാരിബി, ആ ഒരു തോണിയിലുണ്ടായിരുന്നു. അസ്മാക്കുൻ കസീറത്തുൻ, ധാരാളം മത്സ്യങ്ങളുണ്ടായിരുന്നു. അസ്വയ്യാദൂന മസ്റൂറൂന ജിദ്ദൻ, അതിലെ സ്വയ്യാദ് എന്ന് പറഞ്ഞാൽ മീൻപിടുത്തക്കാരായിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ വളരെ സന്തോഷവാന്മാരായിരുന്നു എന്നാണ്. ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ളതായ ബയാന്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് താഴെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഇല ഐന ലഹബത്തിൽ ഉസ്റ, എങ്ങോട്ടാണ് ആ ഒരു കുടുംബം പോയത് എന്നാണ്. എങ്ങോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്? ഒന്നാമത്തെ ഓപ്ഷൻ ഇലൽ മദ്രസത്തി, സ്കൂളിലേക്ക്. അതുപോലെ തന്നെ ഇല ഷാരി ഐ, റോട്ടിലേക്ക്. ഇല ഷാത്തി ഇൽ ബഹർ, കടൽ തീരത്തേക്ക് എന്നാണ്. എങ്ങോട്ടാണ് ഒരു കുടുംബം പോയിട്ടുണ്ടായിരുന്നത്? ജീവാണ് അതിൽ ശരിയുത്തരമായിട്ട് വരുന്നത്. ഇല ഷാത്തി ഇൽ ബഹർ എന്നാണ് അല്ലേ. രണ്ടാമത്തെ ചോദ്യം നോക്കൂ, മാതാ സ്വന സമീർ, സമീർ എന്താണ് നിർമ്മിച്ചത് എന്നാണ്. അസൗറക്കൽ വറഖി, പേപ്പർ ബോട്ട്. അതുപോലെ തന്നെ സയ്യാറത്ത്, കാറ്. അൽ ഖഫസ്, ഖഫസ് എന്ന് പറഞ്ഞാൽ കൂട് എന്നാണ്. പക്ഷിക്കൂടിനാണ് നമ്മൾ ഖഫസ് എന്ന് പറയുന്നത്. ഏതാണ് ശരിയുത്തരമായിട്ട് വരുന്നത്? ഒന്നാമത്തേതാണ് അല്ലെ. അസൗറക്കൽ വറഖി, ഒരു പേപ്പർ ബോട്ടല്ലേ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. മൂന്നാമത്തെ ചോദ്യം നോക്കൂ, ഫിൽ ഖാരിബി, തോണിയിലുണ്ടായിരുന്നു. ഡാഷ്, എന്താണ് തോണിയിലുണ്ടായിരുന്നത് എന്നാണ്. അൽ റിമാൽ, റിമാൽ എന്ന് പറഞ്ഞാൽ മണലുകൾ എന്നാണ്. അൽ ഔറാഖ്, ഔറാഖ് എന്ന് പറഞ്ഞാൽ പേപ്പറുകൾ. അൽ അസ്മാക്ക്, മത്സ്യങ്ങൾ. എന്തായിരുന്നു ആ ഒരു തോണിയിലുണ്ടായിരുന്നത്? അൽ അസ്മാക്ക്, മത്സ്യങ്ങളായിരുന്നു അല്ലേ. ഇനി അടുത്ത ചോദ്യം നോക്കൂ, മാ ജം ഉ കെലിമത്ത് റംല്, റംല് എന്നുള്ള വാക്കിൻ്റെ ജം എന്താണ് എന്നാണ്. റംല് എന്ന് പറഞ്ഞാൽ മണൽ എന്നാണ് അർത്ഥം. അങ്ങനെയെങ്കിൽ മണലുകൾ എന്നതിൽ എന്തായിരിക്കും പറയുന്നത് എന്നാണ്. നമുക്ക് ആ ഒരു ബയാനിൽ വന്നിട്ടുണ്ട്. എന്തായിരുന്നു ഓപ്ഷൻസ് നോക്കൂ. ഒന്ന് അറബിലെത്തി എന്നാണ്. രണ്ടാമത്തെ റിമാലി എന്നാണ്. മൂന്നാമത്തേത് അറാബിൽ എന്നാണ്. ഏതാണ് ശരിയുത്തരമായിട്ട് വരുന്നത്? അതിലെ ബാ, റിമാൽ എന്നുള്ളതാണ് ശരിയുത്തരമായിട്ട് വരുന്നത്. അഞ്ചാമത്തെ ചോദ്യം നോക്കൂ, ഉക്തുബത്ത് തസ്രീഹാത്തി സ്വഹീഹ മിനൽ ആത്തിയ, താഴെ കൊടുത്തിട്ടുള്ളതിൽ നിന്ന് ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുവാനാണ് കേട്ടോ. ഫിൽ ഖാരിബി അസ്മാറുൽ, അതായത് ആ ഒരു തോണിയിൽ പഴങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ്. യസ്നഉ സമീറുൽ, സമീർ ഉണ്ടാക്കുന്നു. സൗറക്കൽ വറഖി, അവനൊരു പേപ്പർ ബോട്ട് ഉണ്ടാക്കുന്നു എന്നാണ്.
യജ്ലിസിൽ അബു ഉപ്പ ഇരിക്കുന്നു, വൽ ഉമ്മു ഉമ്മയും ഉപ്പയും ഒക്കെ ഇരിക്കുന്നത് തഹ്ത ഷജറത്തി മരത്തിൻ്റെ താഴെ ആയിക്കൊണ്ടാണ് എന്നാണ്. അപ്പോൾ ഇവിടെ 3 സ്റ്റേറ്റ്മെൻറ്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്നാണ്. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കൂ, അൽ ഊല സ്വഹീഹത്തുൽ, ഒന്നാമത്തത് ശരിയാണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്താ, അസാനിയത്തു വസാലിസത്തു സ്വഹീഹത്തുൽ, അതായത് രണ്ടാമത്തെയും മൂന്നാമത്തേതും ശരിയാണ് എന്നാണ്. ജീമ് കൊടുത്തിട്ടുള്ളത് കുല്ലൻ സ്വഹീഹത്തുൻ, എല്ലാം ശരിയാണ് എന്നാണ്. അപ്പോൾ ഇത് ഏതായിരിക്കും ശരിയുത്തരം നോക്കൂ. ഫിൽ കാരിബി അസ്മാറിൽ, ആ ഒരു തോണിയിൽ പഴങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്, അത് ശരിയാണോ? അത് തെറ്റാണ് അല്ലേ. തോണിയിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? അസ്മാക്കുകളായിരുന്നു, മത്സ്യങ്ങളായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്കതിൽ ഒന്നാമത്തത് തെറ്റാണെന്ന് മനസ്സിലായി. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? തെറ്റാണ് അല്ലേ. അതുപോലെ ഇസ്ലാം സെമീറിൽ സൗറക്കൽ വറക്കി, സെമീർ പേപ്പർ ബോട്ട് നിർമ്മിക്കുന്നു എന്നാണ്, അത് ശരിയായിട്ടുള്ള ഉത്തരമാണ്. അതുപോലെ തന്നെ ഇജ്ലിസുൽ അബു വൽ ഉമ്മു തഹ്ത ഷജറത്തി, ഉമ്മയും ഉപ്പയും ഒക്കെ എവിടെയാണ് ഇരിക്കുന്നത്? മരത്തിൻ്റെ ചുവട്ടിലാണ് ഇരിക്കുന്നത് എന്നാണ്. അപ്പോൾ അതും ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഏതാണ് ഇവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത്? രണ്ടാമത്തെ ഓപ്ഷനാണ് അസാനിയത്തു വസാലിസത്തു സ്വഹീഹത്തുൽ എന്നുള്ളതാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. നുക്മിലിൽ ഹിവാറ, അവിടെ കൊടുത്ത കോൺവെർസേഷൻ പൂർത്തിയാക്കുവാനാണ്. വസുല ജാബിറിൻ ഇലൽ മദ്രസത്തി സ്വബാഹൻ, ജാബിർ രാവിലെ തന്നെ സ്കൂളിലേക്ക് എത്തിയെന്നാണ്. വഖദ് നസിയൽ വാജിബാത്തിൽ മൻസിലിയ മിനൽ ബൈത്തി, വഖദ് നസിയ അവൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അൽ വാജിബാത്തിൽ മൻസിലിയ, വാജിബാത്തിൽ മൻസിലിയ എന്ന് പറഞ്ഞാൽ ഹോംവർക്കുകൾ എന്നാണ്. മിനൽ ബൈത്തി വീട്ടിൽ നിന്ന് ചെയ്യേണ്ട ഹോംവർക്കുകളൊക്കെ അവൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വഫിൽ മസായി വൈകുന്നേരം റജായിൽ ബൈത്തി മുതഅഖിറൻ, അവൻ വീട്ടിലേക്ക് വൈകിയിട്ടാണ് എത്തിയത്. ഫദാറ ബൈനഹു വ ബൈനൽ വാലിദി ഹിവാറൻ, ആ സമയത്ത് ഫദാറ ബൈനഹു വ ബൈനൽ വാലിദി, അവനും അവൻ്റെ പിതാവിനും ഇടയിൽ നടന്നു ഹിവാറൻ, ഒരു സംഭാഷണം നടന്നു എന്നാണ്. ഹയ്യാനുക്കുമിൽ ഹിവാറ, ആ ഒരു സംഭാഷണം പൂർത്തിയാക്കുവാനാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ജാബിറും ജാബിറിൻ്റെ പിതാവും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണമാണ് നിങ്ങൾ എഴുതേണ്ടത്. നോക്കൂ, ജാബിർ അസ്സലാമു അലൈക്കും, വാലിദ് എന്തായിരിക്കും പറയുന്നത്? വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ എന്നായിരിക്കും അല്ലേ. എന്നിട്ട് ഉപ്പ ചോദിക്കുകയാണ് ലിമ താഖർത്ത, എന്താണ് നീ ലേറ്റ് ആയത്, എന്താണ് നീ വൈകിയത് എന്നാണ് ചോദിക്കുന്നത്. ജാബിർ പറയാണ് യാ അബത്തി അന ഹസീരിൻ, അല്ലയോ ഉപ്പ ഞാൻ എന്താണ്, അല ഹസീരിൽ, ഞാൻ ദുഃഖിതനാണ് എന്നാണ് പറയുന്നത്. അൽ വാലിദ്, ഉപ്പ ചോദിക്കുകയാണ് മാല അശോബക്, നിനക്ക് എന്താണ് പറ്റിയത് എന്നാണ് ചോദിക്കുന്നത്. ആ സമയത്ത് ജാബിർ എന്തായിരിക്കും മറുപടി പറയുന്നത്? ഡേഷ് നസീഹത്തിൽ മുദന്നിസി എന്നാണ് കൊടുത്തിട്ടുണ്ട്. അധ്യാപകൻ്റെ ഉപദേശം ഞാൻ മറന്നുപോയി എന്നെങ്ങനെ പറയാം? അതായത് ഞാൻ മറന്നു പോയിട്ടുണ്ട്. എങ്ങനെ നമുക്ക് എഴുതാം? നസീത്തു എന്നാണ് എഴുതേണ്ടത്. നസീത്തു നസീഹത്തുൽ മുദന്നിസി, ഞാൻ അധ്യാപകൻ്റെ ഉപദേശം മറന്നുപോയി. അപ്പോൾ വാലിദുപ്പ ചോദിക്കുകയാണ് മാതാകാലത്തിൽ നസീഹ, എന്തായിരുന്നു ആ ഒരു ഉപദേശം അല്ലെ. മാതാകാലത്ത് എന്തായിരുന്നു നസീഹത്തു, ആ ഒരു ഉപദേശം എന്തായിരുന്നു? ജാബിർ പറയുന്നത് എന്താ? ലാ തഹ്ദുറുൽ മദ്രസ ബിദൂനിൽ വാജിബാത്തിൽ മൻസിലിയ, ലാ തഹ്ദുറുൽ മദ്രസ, സ്കൂളിലേക്ക് നീ വരരുത് അല്ലേ. ബിദൂനിൽ വാജിബാത്തിൽ മൻസിലിയ, ഹോംവർക്കുകളൊന്നും ചെയ്യാതെ സ്കൂളിലേക്ക് വരരുത് എന്നാണ് അധ്യാപകൻ്റെ ഉപദേശം എന്നാണ് ആര് പറയുന്നത്? ജാബിർ പറയുന്നത് കേട്ടോ. ഇത് കേൾക്കുന്ന സമയത്ത് അവൻ്റെ ഉപ്പ ചോദിക്കുകയാണ് ഹൽ അക്ബൽത്ത, എന്നിട്ട് നീ കംപ്ലീറ്റ് ആക്കിയോ, നീ അത് പൂർത്തിയാക്കി ചെയ്തോ എന്നാണ് ചോദിക്കുന്നത്. ജാബിർ എന്തായിരിക്കും പറയുന്നത്? അതെ അക്ബൽത്തു, ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നായിരിക്കും. അൽ വാലിദ്, അപ്പോൾ ഉപ്പ പറയാണ് ജസാക്കല്ലാഹു ഖൈറൻ, അള്ളാഹു നിനക്ക് പ്രതിഫലം നൽകട്ടെ, ശുക്രൻ എന്നാണ് പറയുന്നത് അല്ലേ. ശുക്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചെന്താണ് പറയേണ്ടത്? അവിടെ ജസാക്കല്ലാഹു ഖൈറൻ എന്നുള്ളതൊരു പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ നമുക്കവിടെ ആമീൻ വയ്യാക്ക് എന്ന് പറയാം. ശുക്രൻ എന്നുള്ളതിന് അഫ്വൽ എന്നും പറയാം കേട്ടോ. അപ്പോൾ ആ രൂപത്തിലാണ് നിങ്ങളൊരു കോൺവെർസേഷൻ പൂർത്തിയാക്കേണ്ടത്. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ. ലഖ്റഉൽ ജുമലൽ ആതിയ വനുഇദ്ദുൽ അസ്ഇല ബിഇസ്തിഖ്ദാമിൽ അദവാത്തി ഫിൽ മുറബ്ബ, എന്താണ് പറയുന്നത്? നഖ്റഉൽ ജുമലൽ ആതിയ, താഴെ കൊടുത്തിട്ടുള്ളതായ സെൻറ്റൻസുകൾ വായിക്കുവാനാണ്. വനുഇദ്ദുൽ അസ്ഇല, എന്നിട്ട് ചോദ്യങ്ങൾ തയ്യാറാക്കുവാനാകുന്നു. ബിസ്തിഖ്ദാമിൽ അദവാത്ത് ഫിൽ മുറബ്ബ, അവിടെ ആ ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ളതായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചോദ്യങ്ങൾ തയ്യാറാക്കുവാനാണ് കേട്ടോ. അവിടെ കൊടുത്തിട്ടുള്ളത് നോക്കൂ. ഇസ്തൈഖല ഫവാസുൽ മിനൽ ലൗമി മുബക്കിറൻ എന്നാണ്.
ഫവാസ് ഉറക്കത്തിൽ നിന്ന് ഉണരുന്നു അല്ലെങ്കിൽ എഴുന്നേൽക്കുന്നു. മുബക്കിറൻ നേരത്തെ തന്നെ എഴുന്നേൽക്കുന്നു എന്നാണ്. അപ്പോൾ എന്താണ് ചോദിക്കേണ്ടത്? ഫവാസ് എപ്പോഴാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് എന്നാണ് അല്ലേ. അപ്പോൾ എപ്പോൾ എന്ന് പറയാൻ വേണ്ടി ഏതായിരിക്കും അവിടെ കൊടുത്ത പദം ഉപയോഗിക്കുന്നത്? മൽ, മത, ഐന, കം. ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ള പദങ്ങൾ. മൽ എന്ന് പറഞ്ഞാൽ ആര് എന്നാണ് അർത്ഥം. മത്ത എന്ന് പറഞ്ഞാൽ എപ്പോൾ എന്നാണ്. ഐന എന്ന് പറഞ്ഞാൽ എവിടെ. കം എന്ന് പറഞ്ഞാൽ എത്ര എന്നാണ്. ഏതായിരിക്കും ഇവിടെ ഉപയോഗിക്കേണ്ടത്? ഫവാസ് എപ്പോഴാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ എഴുതാം? മത്ത ഇസ്തയഖല ഫവാസുൻ മിനൻ നൗമി എന്ന് പറയാം കേട്ടോ. മത്ത ഇസ്തയഖല ഫവാസുൻ മിനൻ നൗമി എന്നാണ് അവിടെ ചോദ്യമായിട്ട് എഴുതേണ്ടത്. രണ്ടാമത് നോക്കൂ, ഇൻതളറ ഫവാസുൽ. ഫവാസ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു, കാത്തു നിൽക്കുന്നു എന്നാണ്. വാലിദഹു അവൻ്റെ പിതാവിന് ഫിസ്വാലത്തി. സ്വാലത്ത് എന്ന് പറഞ്ഞാൽ ഹാള് എന്നാണ്. ഹാളിലാണ് അവൻ്റെ ഉപ്പയെ കാത്തു നിൽക്കുന്നത് എന്നാണ്. എവിടെയാണ് ഫവാസ് അവൻ്റെ ഉപ്പയെ കാത്തു നിൽക്കുന്നത് എന്നാണ് നമുക്ക് ചോദിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ എഴുതാം? ഐന ഇൻതളറ ഫവാസ് വാലിദഹു എന്ന് എഴുതാം അല്ലേ. ഐന ഇൻതളറ ഫവാസ് വാലിദഹു എന്ന് എഴുതാവുന്നതാണ്. ഇനി മൂന്നാമത്തെ നോക്കൂ, ഖറജൽ വാലിദു മിനൽ മത്തോരി. ഖറജൽ വാലിദു പിതാവ് പുറപ്പെട്ടു, മിനൽ മത്തോരി എയർപോർട്ടിൽ നിന്ന് പുറപ്പെട്ടു എന്നാണ്. മൽ ഖറജ മിനൽ മത്തോർ എന്ന് ചോദിക്കാൻ നമുക്ക്. ആരാണ് എയർപോർട്ടിൽ നിന്ന് പുറപ്പെട്ടത്? എങ്ങനെ എഴുതാം? മൽ ഖറജ മിനൽ മത്തോർ എന്ന് എഴുതാവുന്നതാണ്. ആ രൂപത്തിലാണ് നിങ്ങൾ ചോദ്യങ്ങൾ തയ്യാറാക്കേണ്ടത്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. നുലാഹിലു സൂറ വനുക്കുമിൽ ജുമല ബിസ്തിഖ്ദാമി ഹർഫിൽ ജർ എന്നാണ് അല്ലേ. നുലാഹിലു സൂറ അവിടെ കൊടുത്ത ചിത്രങ്ങൾ നോക്കുവാനാണ്. വനുക്കുമിൽ ജുമല എന്നിട്ട് സെൻറ്റൻസുകൾ പൂർത്തിയാക്കാം. ബിസ്തിഖ്ദാമി ഹർഫിൽ ജർ ഹർഫ് ജർ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു സെൻറ്റൻസുകൾ പൂർത്തിയാക്കുവാനാണ്. നമുക്കറിയാം ഹർഫ് ജർ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? അൽ, അല, ബിൽ, ഇല, ഫി, ബി, ലി. ഈ ഹർഫുകളെയാണ് നമ്മൾ ഹുറൂഫിൽ ജർ എന്ന് പറയുന്നത് അല്ലേ. ഇനി നോക്കൂ, അവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. എൽ അബുൽ ഔലാദു ഫിൽ മൈദാൻ. കുട്ടികൾ ഗ്രൗണ്ടിൽ കളിക്കുന്നു എന്നാണ്. എൽ അബുൽ ഔലാദു കുട്ടികൾ കളിക്കുന്നു, ഫിൽ മൈദാനി എന്നാണ് പറയുന്നത്. അല്ലാതെ ഫി എന്ന് പറയുന്നതാണ് അവിടെ ഏത് ജറിൻ്റെ ഹർഫ് ജറായിട്ട് വന്നിട്ടുള്ളത്. ഈ രൂപത്തിൽ ബാക്കിയുള്ള ചിത്രങ്ങൾക്ക് നേരെ വന്നിട്ടുള്ള സെൻറ്റൻസുകൾ പൂർത്തിയാക്കുവാനാണ് ചോദ്യം വന്നിട്ടുള്ളത്. നോക്കൂ, അൽ ഖലമു ഡാഷ് അത്തോവിലെത്തി. പേന എവിടെയാണ് നിൽക്കുന്നത് എന്ന് നോക്കൂ. ടേബിളിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് അല്ല. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? അൽ ഖലമു അല തോവിലെത്തി എന്നാണ് എഴുതേണ്ടത്. രണ്ടാമത് നോക്കൂ, തെൽഹബുൽ മുബന്നിലത്തു നേഴ്സ് പോകുന്നു. എങ്ങോട്ടാണ് പോകുന്നത്? ഇലൽ മുസ്തഷ്ഫ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ എന്താണ് അവിടെ കൊടുക്കേണ്ടത്? ഇല എന്നാണ് അവിടെ എഴുതേണ്ടത്. ഇലൽ മുസ്തഷ്ഫ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഇതൊരു ഓർ ക്വസ്റ്റ്യനാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്ത ചോദ്യത്തിന് ഉത്തരം എഴുതിയാൽ മതി. നോക്കൂ, ലക്തഷിഫു മിനൽ മല്ലൂബി അൽ അബിയാത്തല്ലത്തി തുലാസിബു അൽ ജുമലത്താലിയ. ലക്തഷിഫു മിനൽ മല്ലൂം നമുക്ക് ആ ഒരു കവിതയിൽ നിന്ന് കണ്ടെത്താം എന്നാണ്. അൽ അബിയാത്ത യോജിച്ച ബൈത്തുകൾ, യോജിച്ച വരികൾ കണ്ടെത്തുവാനാണ്. അല്ലത്തി തുലാസിബു അൽ ജുമലത്താലിയ താഴെ കൊടുത്ത സെൻറ്റൻസുകളോട് യോജിച്ച് വരുന്നതായ കവിതയുടെ വരികൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തുവാനാണ് കേട്ടോ. നോക്കൂ, എസ് അസ് സ്വാദിക്കു ഫിസ്സോയിഫി വഷിത ഈ ബിലാക്കസിൽ എന്നാണ്. എസ് അസ് സ്വാദിക്കു സ്വാദിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആരാണ് സ്വാദിക്ക് എന്ന് പറയുന്നത്? ഒരു സത്യസന്ധൻ അല്ലെ. സത്യസന്ധനായിട്ടൊരു വ്യക്തി. അവൻ പണിയെടുക്കുന്നുണ്ട്, അവൻ പരിശ്രമിക്കുന്നുണ്ട്. ഫിസ്സോയിഫി വേനൽക്കാലത്തും വഷിത ഈ ശൈത്യകാലത്തും ബിലാക്കസിലിൽ ഒരു മടിയും കൂടാതെ പണിയെടുക്കുന്നുണ്ട് എന്നാണ്. ഹയാത്തുന നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തഹ്ലു വതുതീബു ബിസ്സിദ്ഖി വൽ അമാനത്തി അത് മാധുര്യമുള്ളതായി തീരുന്നതും അത് നന്നായി തീരുന്നതും ബിസ്സിദ്ഖി സത്യസന്ധത കൊണ്ടും അൽ അമാനത്തി വിശ്വസ്തത കൊണ്ടുമാകുന്നു എന്നാണ്. മൂന്നാമത് നോക്കൂ, ഖൗലു സിദ്ഖ് സത്യം പറയുക എന്നുള്ളത് ഹസ്ലത്തുൽ അതൊരു സ്വഭാവമാകുന്നു. മിനൽ ഖസ്വാഇൽ ജമീല നല്ല ഭംഗിയുള്ള സ്വഭാവങ്ങളിൽപ്പെട്ട ഒരു സ്വഭാവ ഗുണമാകുന്നു സത്യം പറയുക എന്ന് പറയുന്നത്. നാലാമത് നോക്കൂ, ലുഖിബൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഖബ് നൽകപ്പെട്ടു, സ്ഥാനപ്പേര് നൽകപ്പെട്ടു. ബിസ്വാദിഖിൽ അമീൻ വിശ്വസ്തനായ സത്യസന്ധൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഖബ് നൽകപ്പെട്ടു എന്നാണ്.
അസ്വിദുഖു സത്യസന്ധത എന്ന് പറയുന്നത് ഷിആറുൽ അതൊരു അടയാളമാകുന്നു. യതഖറബു ബിഹിന്നാസു ഇലൈന അതിലൂടെ ആളുകൾ നമ്മിലേക്ക് അടുത്തു വരുന്നുണ്ട്, നമ്മളുടെ അടുക്കിലേക്ക് അടുത്തു വരുന്നുണ്ട് എന്നാണ്. അപ്പോൾ സത്യസന്ധതയുള്ള ഒരു മനുഷ്യനിലേക്ക് എന്ത് ചെയ്യും, ആളുകൾ അടുത്തു വരുന്നു എന്നാണ്. അപ്പോൾ ഇതാണ് അവിടെ കൊടുത്ത ആ ഒരു ആശയങ്ങൾ. ഇനി കവിതയുടെ വരികൾ വായിച്ചു നോക്കിയിട്ട് ഈ ഒരു ആശയത്തോട് യോജിച്ച് വരുന്ന വരികൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തുവാനാണ് കേട്ടോ. നമുക്ക് കവിതയുടെ വരികൾ വായിച്ചു നോക്കാം. അസിദ്ഖു ഫിൽ കലാമി ബിൽ അക്സരിൽ ഖിസ്വാൽ സംസാരത്തിലുള്ള സത്യസന്ധത എന്ന് പറയുന്നത് ബിൽ അക്സരിൽ ഖിസ്വാൽ നല്ല സ്വഭാവത്തിൽപ്പെട്ടതാകുന്നു, ഏറ്റവും മനോഹരമായിട്ടുള്ള സ്വഭാവങ്ങളിൽപ്പെട്ടതാകുന്നു സംസാരത്തിൽ സത്യസന്ധത പാലിക്കുക എന്ന് പറയുന്നത് എന്നാണ്. ബിഹിൽ ഹയാത്ത് തെഹ്ലു വതസ്ഖദു ബിഹാൽ ബിഹിൽ ഹയാത്ത് തെഹ്ലു അതിലൂടെ നമ്മുടെ ജീവിതം മാധുര്യമുള്ളതായി തീരുകയും നമ്മുടെ അവസ്ഥയൊക്കെ സന്തോഷകരമായി തീരുകയും ചെയ്യുന്നുണ്ട് എന്നാണ്. കുല്ലിൽ യുരീദ് ഖുർബൽ ബിൽ തൊയ്യിബിൽ മആൽ കുല്ലിൽ യുരീദ് ഖുർബൽ എല്ലാ ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിലേക്ക് അടുക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ബിൽ തൊയ്യിബിൽ മആൽ നല്ല ആഗ്രഹത്തോട് കൂടിയിട്ട് നമ്മളിലേക്ക് അടുക്കുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ്. ഫിസ്വൈഫി വഷിത്തായി ഇസ്ആ ബിലാ മലൽ ഫിസ്വൈഫി വഷിത്തായി ശൈത്യകാലത്തും വേനൽക്കാലത്തും ഇസ്ആ അവൻ പരിശ്രമിക്കുന്നു അല്ലെങ്കിൽ അവൻ പണിയെടുക്കുന്നു ബിലാ മലലിൽ ഒരു മടിയും കൂടാതെ എന്നാണ്. അസ്വാദിഖുൽ അമീനു ഒരു യഹ്മി അയ്യു ജലാലിൽ സത്യസന്ധനായിട്ടുള്ള അല്ലെങ്കിൽ വിശ്വസ്തനായിട്ടുള്ള ഒരു സത്യസന്ധൻ യഹ്മി അവൻ സംരക്ഷിക്കുന്നു അയ്യ ജലാലിൽ ഏത് മഹത്വത്തെയും സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഈ ഒരു കവിതയുടെ വരികൾ നിങ്ങൾ വായിച്ചല്ലോ. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് മുകളിൽ കൊടുത്ത ആശയത്തിനോട് യോജിച്ച് വരുന്നത് എന്ന് നമുക്ക് കണ്ടെത്തി നോക്കാം. നോക്കൂ, ഒന്നാമത്തെ ആ ഒരു ആശയം എന്താണെന്ന് നോക്കൂ. ഇസ്അസ്വാദിഖു ഫിസ്സൈഫി വഷിതാഇ ബിലാ കസലിൽ എന്നാണ് അല്ലേ. ഒരു സത്യസന്ധൻ ശൈത്യകാലത്തും വേനൽക്കാലത്തും എല്ലാം ഒരു മടിയും കൂടാതെ പണിയെടുക്കുന്നുണ്ട്, പരിശ്രമിക്കുന്നുണ്ട് എന്നാണ്. ഏതാണ് അതിനോട് യോജിച്ച് വരുന്ന വരി എന്ന് നോക്കൂ. ഫിസ്സൈഫി വഷിതാഇ ഇസ്ആ ബിലാ മലലിൽ എന്നുള്ളതാണ് കേട്ടോ. ഇനി രണ്ടാമത്തത് ഏതാണ്? ഹയാത്തുന തഹ്ലു വതുതീബു ബിസ്സിദ്ഖി വൽ അമാന നമ്മുടെ ജീവിതം സത്യസന്ധത കൊണ്ടും വിശ്വസ്തത കൊണ്ടും മാധുര്യമുള്ളതും നല്ലതുമായി തീരുന്നുണ്ട് എന്നാണ്. ഏതാണ്? രണ്ടാമത്തെ വരിയാണ് അല്ലേ. ബിഹിൽ ഹയാത്ത് തഹ്ലു വതസ്ഖദു ബിഹാൽ എന്നുള്ളതാണ് കേട്ടോ. മൂന്നാമത് നോക്കൂ. ഖൗലു സിദ്ഖി ഖസ്ലത്തുൻ മിനൽ ഖസാഇൽ ജമീല സത്യസന്ധത എന്ന് പറയുന്നത് നല്ല സ്വഭാവങ്ങളിൽ പെട്ടതാകുന്നു എന്നാണ്. ഏതാണ്? ഒന്നാമത്തെ വരിയാണ് അല്ലേ. അസ്സിദ്ഖു ഫിൽ കലാമി ബിൽ അക്സരിൽ ഖിസാൽ എന്നുള്ളതാണ് ആ ഒരു ആശയത്തിനോട് യോജിച്ച് വരുന്നതായ വരി. നാലാമത് നോക്കൂ. ലുഖിബൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്വാദിഖിൽ അമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട പേരെന്തായിരുന്നു? അസ്വാദിഖിൽ അമീൻ എന്നായിരുന്നു അല്ലേ. ഏതാണ് ആ ഒരു ആശയത്തിൽ വരുന്നത്? അവസാനത്തെ വരിയായിട്ടുള്ള അസ്വാദിഖുൽ അമീനു യഹ്മി അയ്യ ജലാലിൽ എന്നുള്ളതാണ്. ഇനി അവസാനത്തത് ഏതാണെന്ന് നോക്കൂ. അസ്സിദ്ഖു ഷിആറുൽ സത്യസന്ധത എന്ന് പറയുന്നത് ഒരു ഷിആറാണ്, ഒരു അടയാളമാകുന്നു. യതഖറബു ബിഹിന്നാസു ഇലൈന അതിലൂടെ ആളുകൾ നമ്മിലേക്ക് അടുത്ത് വരുന്നുണ്ട് എന്നാണ്. ഏതാണ് അതിനോട് യോജിച്ച് വരുന്ന വരി? കുല്ലുൽ യുരീദു ഖുർബൻ മിൻ ത്വയ്യിബിൽ മആലി എന്നുള്ളതാണ് അല്ലേ. ഓക്കെ, ഈ പറഞ്ഞ രൂപത്തിൽ തന്നെ ആയിരിക്കും എല്ലാവരും എഴുതിയിട്ടുണ്ടായിരിക്കുക അല്ലേ. ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ. നുറത്തിബിൽ കെലിമാത്തിൽ ആത്തിയ കെമാഫിൽ മിസാലി ഉദാഹരണത്തിൽ കൊടുത്തിട്ടുള്ളത് പോലെ അവിടെ കൊടുത്ത പദങ്ങൾ നുറത്തിബു എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർഡർ ആക്കി നോക്കാം എന്നാണ് കേട്ടോ. ഉദാഹരണം നോക്കൂ. അൽ മഗ്രിനു സിറാഇ ഇക്സാലുൽ മസ്വല ഇല എന്നാണ്. മഗ്രിനു സിറാഇ എന്നുള്ള ഒരു കാർഷിക എക്സ്പ്രഷൻ എന്നാണ്. ഇക്സാല് മസ്വല എത്തി അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ പറയേണ്ടത്? മസ്വല ഇക്സാലിൽ ഇലൽ മഗ്രിനു സിറാഇ എന്നാണ് അല്ലേ. ഇക്സാല് കാർഷിക എക്സ്പ്രഷനിലേക്ക് അല്ലെങ്കിൽ കാർഷിക പ്രദർശനത്തിലേക്ക് എത്തി എന്നാണ് പറയേണ്ടത്. ഈ രൂപത്തിൽ ബാക്കിയുള്ള സെൻറ്റൻസുകളേക്ക് നമ്മൾ ഓർഡർ ആക്കിയിട്ട് ഒരു കറക്റ്റായിട്ടുള്ള സെൻറ്റൻസ് ആക്കി എഴുതുകയാണ് വേണ്ടത് കേട്ടോ. നോക്കൂ. വഷത്തലാത്തി നെഷ്തരി ബാദൽ മുനൂരി ഷത്തലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? തൈകൾ. നെഷ്തരി നാം വാങ്ങിക്കുന്നു. ബാദൽ മുനൂരി കുറച്ച് വിത്തുകളും നാം വാങ്ങിക്കുന്നു എന്നാണ്. അപ്പോൾ നമുക്കതെങ്ങനെ എഴുതാം? നെഷ്തരി ബാദൽ മുനൂരി വഷത്തലാത്തി എന്നാണ് എഴുതേണ്ടത്. നെഷ്തരി ബാദൽ മുനൂരി വഷത്തലാത്തി
എന്നാണ് അത് എഴുതേണ്ടത് കേട്ടോ. ഇനി രണ്ടാമത്തെ നോക്കൂ. അൽ ഇഗ്ലാല ഷാത്തർ ഇക്സാൽ ഫിൽ മജ്മുഅത്തുൽ ഫസ്ലിയ. അൽ ഇഗ്ലാൽ, ഇഗ്ലാൽ എന്നുള്ള പരസ്യം എന്നാണ്. ഷാത്തർ ഇക്സാൽ, ഇക്സാൽ ഷെയർ ചെയ്തു. ഫിൽ മജ്മുഅത്തുൽ ഫസ്ലിയ, ക്ലാസ് ഗ്രൂപ്പിൽ ഇക്സാൽ ഒരു പരസ്യം, ഒരു അറിയിപ്പ് ഷെയർ ചെയ്തു എന്നാണ്. നമുക്കെങ്ങനെ എഴുതാം? ഷാത്തർ ഇക്സാലുൽ അൽ ഇഗ്ലാല ഫിൽ മജ്മുഅത്തുൽ ഫസ്ലിയ എന്നാണ് എഴുതേണ്ടത്. ഷാത്തർ ഇക്സാൽ, ഇക്സാൽ ഷെയർ ചെയ്തു അൽ ഇഗ്ലാല, ആ ഒരു പരസ്യം എവിടെയാണ്? ഫിൽ മജ്മുഅത്തുൽ ഫസ്ലിയ, അങ്ങനെയാണ് അത് എഴുതേണ്ടത് കേട്ടോ. ഇനി മൂന്നാമത്തെ നോക്കൂ. അൽ ഇഗ്ലാല അത്തുല്ലാബു ഖറഅ. അൽ ഇഗ്ലാൽ പരസ്യം, അത്തുല്ലാബു വിദ്യാർത്ഥികൾ, ഖറഅ വായിച്ചു. നമുക്ക് എങ്ങനെ എഴുതണം? ഖറഅത്തുല്ലാബു അൽ ഇഗ്ലാല എന്നാണ് എഴുതേണ്ടത്. വിദ്യാർത്ഥികൾ പരസ്യം വായിച്ചു എന്നാണ്. ഖറഅത്തുല്ലാബു അൽ ഇഗ്ലാല. ഇനി നാലാമത് നോക്കൂ. അഅദ്ദ ഇക്സാൽ ഫാഖിറത്തൽ മഅ്ദുബത്തൽ. അഅദ്ദ ഇക്സാൽ, ഇക്സാൽ തയ്യാറാക്കി. ഫാഖിറത്തൽ ഒരു ഗംഭീരമായിട്ടുള്ള മഅ്ദുബത്തൽ, മഅ്ദുബത്തൽ ഒരു സദ്യ, ഒരു വിരുന്ന് എന്നാണ് കേട്ടോ. നമുക്ക് എങ്ങനെ എഴുതാം? അഅദ്ദ ഇക്സാൽ മഅ്ദബത്തൽ ഫാഖിറത്തൽ എന്നാണ് എഴുതേണ്ടത്. അഅദ്ദ ഇക്സാൽ മഅ്ദബത്തൽ ഫാഖിറത്തൽ, ആ രൂപത്തിലാണ് അത് ഓർഡർ ആക്കേണ്ടത്. ഇനി അഞ്ചാമത് നോക്കൂ. ഖൽബ് ഇക്സാൽ ഇംതലഅ ബിൽ ഫറഹി വസ്സുറൂരി. ഖൽബ് ഇക്സാൽ, ഇക്സാലിൻ്റെ ഹൃദയം, അവൻ്റെ മനസ്സ്, ഇംതലഅ അത് നിറഞ്ഞു, ബിൽ ഫറഹി വസ്സുറൂരി സന്തോഷം കൊണ്ടും ആഹ്ലാദം കൊണ്ടും നിറഞ്ഞു എന്നാണ്. എങ്ങനെ എഴുതണം? ഇംതലഅ ഖൽബു ഇക്സാൽ ബിൽ ഫറഹി വസ്സുറൂരി എന്നാണ് എഴുതേണ്ടത് കേട്ടോ. ഇംതലഅ ഖൽബു ഇക്സാൽ, ഇക്സാലിൻ്റെ ഹൃദയം നിറഞ്ഞു, ബിൽ ഫറഹി വസ്സുറൂരി എന്നാണ് എഴുതേണ്ടത്. ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കൂ. അതിൽ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നഖ്റഉ തർജമത്തുൽ ഹയാത്തിലി അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വനുഇദ്ദു ബയാനാത്തി ശഖ്സിയ. അതായത് താഴെ കൊടുത്തിട്ടുള്ളത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവചരിത്രമാണ്. നഖ്റഉ നമുക്ക് വായിക്കാം, തർജുമത്തുൽ ഹയാത്തി ജീവചരിത്രം വായിക്കാം എന്നാണ്. ആരുടേതാണ്? അലി റളിയല്ലാഹു അൻഹുവിൻ്റേതാണ് അല്ലേ. എന്നിട്ട് വനുഇദ്ദു നമുക്ക് തയ്യാറാക്കാം, ബയാനാത്തി ശഖ്സിയ അദ്ദേഹത്തിൻ്റെ ബയോഡാറ്റ തയ്യാറാക്കുവാനാണ് കേട്ടോ. കാല അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അമീറൽ മിസാലിയൻ. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആരായിരുന്നു? ഒരു അമീറായിരുന്നു. അമീറൽ മിസാലിയിൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകൾക്ക് മാതൃകയാക്കാൻ പറ്റുന്നതായ ഒരു നേതാവായിരുന്നു എന്നാണ്. ഹുവ റാബിഉൽ ഖുലഫാ ഇർ റാഷിദീൻ. ഖുലഫാ ഉർ റാഷിദീങ്ങളുടെ കൂട്ടത്തിൽ നാലാമത്തെ വ്യക്തിയായിരുന്നു, നാലാമത്തെ ഖലീഫയായിരുന്നു അദ്ദേഹം എന്നാണ്. അഹദുൽ മുബശ്ശിരീന ബിൽ ജന്ന. അതുപോലെ തന്നെ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകളുണ്ടല്ലോ, ആ ആളുകളുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു അലി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത് എന്നാണ്. വാലിദുഹു അദ്ദേഹത്തിൻ്റെ പിതാവ് അബൂ തോലിബ് ആയിരുന്നു. വാലിദത്തുഹു ഫാത്തിമ ബിൻത്ത് അസദ് അദ്ദേഹത്തിൻ്റെ ഉമ്മ ആരായിരുന്നു? ഫാത്തിമ ബിൻത്ത് അസദ് ആയിരുന്നു. ലുഖിബ ബി അബൂ തുറാബ് അദ്ദേഹത്തിന് ലഖബ് നൽകപ്പെട്ടു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്ഥാനപ്പേര് നൽകപ്പെട്ടത് അബൂ തുറാബ് എന്നായിരുന്നു. മുലദ ബി മക്കത്തിൽ മുക്കറമ ഖബ്ലൽ ഹിജ്റ. ഹിജ്റക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്നതിന് മുമ്പായിക്കൊണ്ട് മക്കയിലാകുന്നു അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത്. വഹുവ ഇബ്നു അമ്മി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പയുടെ മകനായിരുന്നു എന്നാണ്. വസവ്വജ ഇബ്നതുഹു ഫാത്തിമത്തു സഹ്റ. അദ്ദേഹം വിവാഹം കഴിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായിട്ടുള്ള ഫാത്തിമത്തു സഹ്റയെ ആയിരുന്നു എന്നാണ്. ഉസ്തുഷ്ഹിദ ബിൽ കൂഫ. അദ്ദേഹം കൂഫയിൽ വെച്ചുകൊണ്ട് ഷഹീദായി രക്തസാക്ഷിയാവുകയാണ് ചെയ്തത്. ഫി ഷഹ്രി റമളാൻ മാസത്തിൽ സല 40 ഹിജ്രിയ ഹിജ്റ 40 റമളാൻ മാസം കൂഫയിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം രക്തസാക്ഷിയായത് എന്നാണ്. ഈ ഒരു ബയോഗ്രഫി വെച്ചുകൊണ്ട്, ഈ ഒരു ജീവചരിത്രം വെച്ചുകൊണ്ട് താഴെ കൊടുത്ത ബയോഡാറ്റ ഫില്ല് ചെയ്യുവാനാണ്. നമുക്ക് നോക്കാം. ഇസ്മുൽ കാമിൽ അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എഴുതുവാനാണ്. എന്താണ്? അലി ഇബ്നു അബി ത്വാലിബ് എന്നാണ് അല്ലേ. ഇസ്മുൽ വാലിദ് എന്താണ്? അബൂ ത്വാലിബ്. ഉപ്പയുടെ പേരെന്താണ്? അബൂ ത്വാലിബ് എന്നാണ്. ഇസ്മുൽ വാലിദ ഫാത്തിമ ബിൻത്ത് അസദ് എന്നാണ് അല്ലേ. ഇസ്മുൽ വാലിദ ഉമ്മയുടെ പേര് ഫാത്തിമ ബിൻത്ത് അസദ്. മക്കാനുൽ മീലാദ് അദ്ദേഹം എവിടെയാണ് ജനിച്ചത്? മക്കത്തുൽ മുക്കറമ, മക്കയിലാണ് അദ്ദേഹം ജനിക്കുന്നത്.
അല്ലഖബ് അദ്ദേഹത്തിന് ലഖബ് എന്തായിരുന്നു? അബൂ തുറാബ് എന്നാണ് അദ്ദേഹത്തിന് ലഖബ് വരുന്നത്. ആബുൽ ഇസ്തിഷ്ഹാദ് അദ്ദേഹം രക്തസാക്ഷിയായ വർഷമാണ് ചോദിക്കുന്നത്. അത് അവിടെ കൊടുത്തിട്ടുണ്ട്. അർബഊന ഹിജ്രിയ ഹിജ്റ 40 അദ്ദേഹം രക്തസാക്ഷിയാവുന്നത്. ഇനി ഇതും ഒരു ഓർ ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ നിങ്ങൾ താഴെ കൊടുത്തിട്ടുള്ളതിന് ആൻസർ എഴുതാൻ മതി. നോക്കൂ. യഖ്റഉൽ ബയാനാത്തി ഷഖ്സിയ ലി വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബയോഡേറ്റ അവിടെ കൊടുത്തിട്ടുണ്ട്. വനുഇദ്ദു അസ്സിറ അദ്ദാത്തിയ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി തയ്യാറാക്കുവാനാണ്, ജീവചരിത്രം എഴുതുവാനാണ് കേട്ടോ. അൽ ഇസ്മുൽ കാമിൽ അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എന്താണ്? വൈക്കം മുഹമ്മദ് ബഷീർ എന്നാണ്. ഇസ്മുൽ വാലിദ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് കായ് അബ്ദുറഹ്മാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് വരുന്നത്. ഇസ്മുൽ വാലിദ അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ പേര് കുല്യാത്തുമ്മയാണല്ലേ. അതുപോലെ തന്നെ ആബുൽ മീലാദ് അദ്ദേഹം ജനിച്ച ആ ഒരു വർഷമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. 1908 അദ്ദേഹം ജനിക്കുന്നത്. മക്കാനുൽ മീലാദ് അദ്ദേഹം ജനിച്ച സ്ഥലം തലയോലപ്പറമ്പാണ്. അല്ലഖബ് അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേര് എന്തായിരുന്നു? ബേപ്പൂർ സുൽത്താൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അൽ മുഅല്ലഫാത്ത് അദ്ദേഹത്തിൻ്റെ രചനകൾ, അദ്ദേഹം എഴുതിയിട്ടുള്ളതായ പുസ്തകങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഷാത്തു ഫാത്തിമ അല്ലെ, ഫാത്തിമയുടെ ആട്. അതുപോലെ തന്നെ കാനലജിദ്ദി ഫീലിൻ എൻ്റെ ഉപ്പുപ്പാക്കൊരു ആനയുണ്ടായിരുന്നു. ഈ 2 പുസ്തകങ്ങളുടെ പേരാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ആബുൽ വഫാത്ത് അദ്ദേഹം മരണപ്പെട്ട വർഷം 1994 അദ്ദേഹം മരണപ്പെടുന്നത്. ഈ ഒരു ബയോഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതുകയാണ് വേണ്ടത്. എങ്ങനെ എഴുതി തുടങ്ങാം? കാല വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ ആയിരുന്നു അദീബൻ മഷ്ഹൂറൻ, അദ്ദേഹം ഒരു പ്രസിദ്ധനായിട്ടുള്ള ഒരു സാഹിത്യകാരനായിരുന്നു. വുലിദ അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? വുലിദ ഫി തലയോലപ്പറമ്പ എന്ന് എഴുതാം നമുക്ക്. ഫി 1908 മീലാദിയ 1908 തലയോലപ്പറമ്പിലാണ് അദ്ദേഹം ജനിച്ചത്. അബൂഹു അദ്ദേഹത്തിൻ്റെ ഉപ്പ ആരായിരുന്നു? അല്ലെങ്കിൽ വാലിദുഹു അദ്ദേഹത്തിൻ്റെ പിതാവ് ആരായിരുന്നു? കായ് അബ്ദുറഹ്മാൻ എന്നാണ് അല്ലേ. അതുപോലെ തന്നെ വാലിദത്തുഹു അദ്ദേഹത്തിൻ്റെ ഉമ്മ കുല്യാച്ചുമ്മയായിരുന്നു, കുല്യാച്ചുമ്മ. അതുപോലെ തന്നെ കുല്യാത്തുമ്മ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ പേര് വരുന്നത് അല്ലേ. അതുപോലെ തന്നെ വക്കാലല്ല കൊബുഹു അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേര് എന്തായിരുന്നു? ബേപ്പൂർ സുൽത്താൻ എന്നാണ്. വക്കാലല്ല കൊബുഹു ബേപ്പൂർ സുൽത്താൻ. മുഅല്ലഫാത്തുഹു അൽ മഷ്ഹൂറ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള രചനകളാകുന്നു ഷാത്തു ഫാത്തിമ, കാനലജിദ്ദി ഫീൽ എന്നുള്ളത്. അതുപോലെ തന്നെ വത്തൂഫിയ വൈക്കം മുഹമ്മദ് ബഷീർ ഫി 1994 മീലാദിയ 1994 അദ്ദേഹം മരണപ്പെടുന്നത്. ഈ രൂപത്തിൽ നമുക്കത് എഴുതാവുന്നതാണ്. ഇങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കുക അല്ലേ. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് എഴുതാവുന്നതാണ് കേട്ടോ. 6ാമത്തെ ചോദ്യം നോക്കൂ. ലഖ്റഉൽ ലഗ്സ അൽ ബാബിയ വനുഇദ്ദു ലഗ്സൽ അൽ ജസർ. അതായത് അവിടെ കൊടുത്തിട്ടുള്ളത് വെണ്ടക്കയെ കുറിച്ചുള്ളൊരു കടങ്കഥയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ലഖ്റഉ നമുക്ക് വായിക്കാം, അൽ ലഗ്സ കടങ്കഥ വായിക്കാം, അൽ ബാബിയ വെണ്ടക്കയെ കുറിച്ച്, വനുഇദ്ദു എന്നിട്ട് നമുക്ക് തയ്യാറാക്കാം എന്നാണ്. ലഗ്സൽ അൽ ജസർ ക്യാരറ്റിനെ കുറിച്ച് ഇതുപോലെ ഒരു കടങ്കഥ തയ്യാറാക്കുവാനാണ് കേട്ടോ. നോക്കൂ. ലൗനി അഹ്ലറുൻ എൻ്റെ നിറം എന്താണ്? പച്ചയാണ്. ജിസ്മി തൊവീലുൻ വ നഹീലുൻ എൻ്റെ ശരീരം മെലിഞ്ഞതും നീളമുള്ളതുമാകുന്നു എന്നാണ്. അന ഒനിയത്തും ബിൽ ഫീതാമിനാറ്റി ഞാൻ പ്രോട്ടീൻ റിച്ചാണ്, അഥവാ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളതാണ് എന്നാണ്. എസ്തഖ്ദിമുനിന്നാസു ദാഇമൻ ഫിൽ ഇദാമി. എസ്തഖ്ദിമുനിന്നാസു ആളുകൾ എന്നെ ഉപയോഗിക്കുന്നുണ്ട്. ദാഇമൻ എപ്പോഴും, ഫിൽ ഇദാമി കറികളിലെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അനമിനൽ ഖദറവാത്തി ഞാൻ വെജിറ്റബിൾസിൽ പെട്ടതാണ് എന്നാണ്. ഈ രൂപത്തിൽ നമുക്ക് ക്യാരറ്റിനെ കുറിച്ച് ജസറിനെ കുറിച്ചും എഴുതി നോക്കുകയാണ് വേണ്ടത്. നോക്കൂ, നമുക്ക് എങ്ങനെ എഴുതാം? പുർത്തക്കാലി എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. പുർത്തക്കാലി എന്ന് പറഞ്ഞാൽ ഓറഞ്ച് നിറം എന്നാണ്. അപ്പോൾ എങ്ങനെ എഴുതാം? ലൗനി പുർത്തക്കാലിയുൻ എൻ്റെ നിറം ഓറഞ്ച് നിറമാണ്. പിന്നെ നഹീലുൻ എന്നവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ, മെലിഞ്ഞതാണ്. അപ്പോൾ എന്താ എഴുതേണ്ടത്? ജിസ്മി എൻ്റെ ശരീരം, ജിസ്മി തൊവീലുൻ വ നഹീലുൻ എന്നാണ് എഴുതേണ്ടത് കേട്ടോ. അന ഒനിയും ബിൽ ഫീതാമിനാത്തി അല്ലെ, ഞാനെന്താണ്? പ്രോട്ടീൻ റിച്ചാണ്, ഇതിൽ ധാരാളം പ്രോട്ടീനുകൾ അടങ്ങിയിട്ടുണ്ട് എന്നാണ്. എന്നെ ആളുകൾ സലാഡുകളിലെല്ലാം ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? എസ്തഖ്ദിമുനിന്നാസു ദാഇമൻ ഫിസ്സൽത്ത എന്നാണ് കേട്ടോ. എസ്തഖ്ദിമുനിന്നാസു ദാഇമൻ ഫിസ്സൽത്ത
സൽത്തത്ത് എന്നാണ് സാലഡിന് നമ്മൾ അറബിയിൽ പറയുന്നത്. അപ്പോൾ യസ്തഖ്ദുമിനാസു ദായിമൻ ഫി സൽത്തത്തി എന്ന് പറയാം. അനമിനൽ ഖലറവാത്തി, ഞാൻ വെജിറ്റബിൾസുകളിൽ പെട്ടതാണ്. അപ്പോൾ ഈ രൂപത്തിലായിരിക്കും നിങ്ങളെല്ലാവരും ആ ഒരു കടങ്കഥ എഴുതിയിട്ടുണ്ടായിരിക്കുക അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. വളരെ എളുപ്പമുള്ളൊരു പരീക്ഷയായിട്ടാണ് ടീച്ചർക്ക് ഇത് തോന്നുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ താഴെ കമൻ്റായിട്ട് അറിയിക്കുക. അതോടൊപ്പം തന്നെ ടീച്ചറുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.